ഗുഡ് മോർണിംഗ് പീപ്പിൾ, നമസ്കാരം. സോ ഇന്ന് എൻ്റെ വാരണാസിയിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ദേവ് ദിവാലി നടക്കാൻ പോവുകയാണ്. നവംബർ 15. ഞാൻ എൻ്റെ റൂം ചെക്കൗട്ട് ചെയ്തു. ഒരു കോഫി കുടിക്കാൻ പോയതായിരുന്നു. പോകാൻ പോയതായിരുന്നു എന്നല്ല, പോകാൻ പോവാണ്. എനിക്കിനി നമ്മൾ അന്ന് വന്നെടുത്തത് 5 മണിക്കായതുകൊണ്ട് നമുക്ക് 5, 6, 6:30 വരെ അവർ ടൈം തന്നു നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ചെക്കൗട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്. പക്ഷെ എൻ്റെ ബാഗ് മാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വേറെ റൂം എടുക്കുന്നില്ല, കാരണം 11:30 ട്രെയിൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ചുമ്മാ ഇന്നത്തെ ഈ ഒരു ഇതിലേക്കിടയ്ക്ക് ഇന്ന് മോദി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല തിരക്കായിരിക്കും. ഇവിടെയൊക്കെ റോഡ് ക്ലോസ് ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അവിടെയൊക്കെ റോഡ് ക്ലോസ് ചെയ്ത് ബാരിക്കേഡ് പോലീസൊക്കെ ഉണ്ട്. മോദി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ ദേവ് ദിവാലി നടക്കുന്നതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത്രയേ ഉള്ളൂ. ചെറിയ സ്മോൾ വ്ളോഗ്. ഇതാണ് എൻ്റെ റൂം. അപ്പം ഞാൻ ഈ ഒരു ഗല്ലിയോട് വിട പറയാൻ പോവുകയാണ്. ബൈ, സി യു നെക്സ്റ്റ് ടൈം അല്ലേ? സി യു നെക്സ്റ്റ് ടൈം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. എന്തായാലും നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ, ഇവിടെ ഈ ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മിസ് യു. ഒരു തവണയും കൂടെ വരണം എന്തായാലും, കാശിയിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. മമ്മീനെയും കൊണ്ട് വരണം ഒരു തവണ. ഇതാതിൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടോ? ഇതാണ് ഞാൻ ഇന്നിട്ടേക്കുന്ന കോസ്റ്റ്യൂം. നല്ല തണുപ്പുണ്ട് ഈ സമയത്ത്. ഇപ്പൊ സമയം 7:45. തണുപ്പുണ്ട്. അതിലൊരു കുരങ്ങനൊക്കെ നടക്കുന്നുണ്ടാ. നോക്കുമ്പോൾ ഒന്ന് ചാടിപ്പോകും. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഇനിയിപ്പം കോഫിയൊക്കെ കുടിച്ചു നമുക്ക് എന്താ പണിയെന്ന് അറിയത്തില്ല, കാരണം കുറേ സമയം നമ്മുടെ മുന്നിൽ വെറുതെ നിൽക്കുന്നു. ഞാൻ കുറച്ച് നേരം ഇവിടെ തന്നെ കയറി ഇരിക്കാൻ പോവാം. ഒരു 10 മണിയാകുമ്പോൾ ഇവിടുന്ന് നൈസായിട്ട് ഇറങ്ങാം. നമ്മൾ റൂം ബുക്ക് ചെയ്ത സമയത്തെ അവിടുന്ന് റൂമിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവ് ദിവാലി നടക്കുന്ന ആ സമയത്ത് ഇവിടെ റൂം അവൈലബിൾ ആയിരിക്കത്തില്ല, നിങ്ങൾ വെക്കേറ്റ് ചെയ്യണം ആ സമയത്ത് എന്ന്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ബാഗ് ഇറങ്ങി പെരുവഴിയിൽ നിൽക്കുന്നത് കേട്ടോ. ചിലവർ ഇന്ന് തന്നെ പോകും, ചിലവർ നാളെ പോകത്തുള്ളൂ, ചിലവർ ഒരു ദിവസവും കൂടെ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് റൂം എവിടെ എടുക്കണം, പക്ഷേ റൂമും കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും റൂട്ടിൽ നിൽക്കുന്നത്. പിന്നെ ഒരു 2 റൂം എന്തോ എടുത്തിട്ട് ബാഗുകളൊക്കെ അവരവിടെ വെച്ചു. ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ആ റൂമിൻ്റെ താഴെ തന്നെ ബാഗ് വെച്ചിട്ട് ഞങ്ങളൊന്ന് ഇന്നൊരു ഫുൾ ഡേ ഉണ്ടല്ലോ, അപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നുള്ളത് കൊണ്ട് ഓട്ടോറിക്ഷ എടുത്തു. എന്നിട്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് BHUവിലേക്കാണ്, അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കാണ്. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഉള്ളത് 2 പേരല്ല 3 പേരാണ്. വേറെ ഓട്ടോറിക്ഷയിൽ 5 പേരോ 4 പേരോ അങ്ങനെ എന്തോ ആണ്. അപ്പം നമ്മൾ ഈ ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ എത്തി. ഭയങ്കര വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ ഓരോ ഓട്ടോറിക്ഷയ്ക്ക് 500 രൂപ വെച്ചിട്ടാട്ടോ അവർ മേടിച്ചത്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, നമ്മുടെ വാരണാസിയിൽ നിന്നും ബനാറസ് യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് ദൂരം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഒരാൾക്ക് അങ്ങനെ കാൽക്കുലേറ്റ് വരുമ്പോൾ 100 രൂപയൊക്കെ വെച്ചിട്ടേ വരുന്നുള്ളൂ, എല്ലാവരും കൂടെ കൂടിയിട്ട് പോകുന്നത്. യൂണിവേഴ്സിറ്റി ഭയങ്കര ദൂരാട്ടോ, കുറേ കറങ്ങി നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയിലെ ചേട്ടന്മാർ നമ്മൾ പറഞ്ഞു തരും ഇന്നതാണ് ഇന്നതാണെന്ന്. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിനകത്തൊരു മന്ദിറുണ്ട്, ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ സൈഡിലൊക്കെ ഫുഡ് കഴിക്കാൻ എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത്. ഓരോ സ്ഥലത്തും കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവിടെ കുറേ ആൾക്കാരുണ്ട്, കുറേ മലയാളീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണേ. പിന്നെ BHUവിലെ കുറച്ച് പിള്ളേരെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് പിള്ളേർ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കാശ്മീർ പോയപ്പോൾ പരിചയപ്പെട്ട
കുറച്ച് പിള്ളേർ ഈ അവരുടെ കുറച്ച് കണക്ഷൻസ് ഈ കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ BHU പാസ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഈ BHU കാണാൻ വേണ്ടി വന്നത്, നമുക്കിനി വൈകുന്നേരം വരെ ദിവാലി നടക്കുന്നത് വൈകുന്നേരമാണ്, 7 മണിയൊക്കെ ആവണം. സോ നമ്മൾ രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി ആകെ കവർ ചെയ്യാനുള്ളത് ഈ BHU. എല്ലാവരും പറഞ്ഞു BHU കാണാനുള്ളതുകൊണ്ട് ഭയങ്കര വലുതാണെന്ന്. പക്ഷേ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കേട്ടോ. ഈ ഫുൾ ക്യാമ്പസ്, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി, കോഴിക്കോട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എറണാകുളത്തെ കളമശ്ശേരി യൂണിവേഴ്സിറ്റി ഒക്കെ പോലെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകാം. പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണാൻ പറ്റും, ഹോസ്റ്റൽസ്, ഇത് ഹോസ്പിറ്റൽസ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ഓട്ടച്ചേട്ടൻ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരട്ടെ, ഇതാണെന്നൊക്കെ. ഞാൻ മറന്നുപോയി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ആക്ച്വലി ഞാനിതെല്ലാം കുറേ ദിവസത്തിന് ശേഷം കേട്ടോ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതൊക്കെ മറന്നും പോയേച്ചു. ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, വർക്കൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നേച്ചത്. അപ്പം ഈ ഓട്ടോറിക്ഷക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എത്രയോ 2-3 മണിക്കൂർ എന്തോ ആണ് പറഞ്ഞേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പറ്റുവാണെങ്കിൽ സ്ഥലങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ പോയി ഓരോന്ന് ഇതാക്കിക്കൊണ്ട് വന്നു. ഇപ്പം നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് പോണത്. അവിടെ ഒരു വലിയൊരു ടെമ്പിളുണ്ട്. ആ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് അതിനകമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മലയാളീസിനെ കണ്ടു കേട്ടോ. അവരവിടെ പഠിക്കണമെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ അവരുടെ സംസാരം കേട്ടപ്പോൾ നിർത്തിയപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞു കുറച്ച് നേരം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാരണാസിയിലേക്ക് വരുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു 3 ദിവസത്തെ പ്ലാനായിട്ട് വന്നാൽ മതി കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ വാരണാസി എന്ന് പറയുന്നത്. ഞങ്ങളിപ്പം BHUവിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് കുറേ കറങ്ങി എന്തോ BHU കണ്ടു. ഇനിയിപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഒരു മന്ദിറുണ്ട്. ആ മന്ദിറിൽ പോവാന്ന് വിചാരിച്ച് മന്ദിറിലേക്ക് നടക്കുകയാണ്. പിന്നെ കുറേ നേരം അവിടെ നിന്നു. ഇങ്ങനത്തെ ഒരു ടുക്ക് പോലത്തെ റിക്ഷയാണ്. 2 എണ്ണം വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, അതുകൊണ്ട് 2 എണ്ണം വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പം 500 രൂപ. ഒന്നിന് 9 പേരും ഒന്നിൽ 4 പേരുമാണ്. അപ്പം 500 രൂപ പറഞ്ഞു. സോ അങ്ങനെ കയറിയേക്കാണ് ഞങ്ങൾ. എൻ്റെ കാല് ഇന്നലത്തെ പോലെ തന്നെ എടുക്കാൻ പറ്റണില്ല. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇവർക്ക് ഈ വണ്ടികൾക്ക് ഒരു സാമാന്യ ബോധമോ സാമാന്യ മര്യാദയോ ഇല്ല. ഇങ്ങ് വരുമോ, ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. എത്തി അമ്പലം മന്ദിർ. ഞാൻ പുറകിൽ കാണുന്ന അമ്പലം. നല്ല തിരക്കാട്ടോ ഈ സമയത്ത്. ഇവിടെ വേറെ മുൻസുകുമാരനോ. ഇവിടെ സൈഡിൽ കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഡെയിലിക്ക് നടക്കുകയാണല്ലോ. അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ്. BHUവിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ നിറച്ചും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെ എന്തൊക്കെയോ ഫുഡുകളുണ്ട്. എല്ലാവരും ലസ്സി, ഇവിടെ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വളരെ വിദഗ്ധമായി ഫോട്ടോ എടുക്കുന്നു മിസ്റ്റർ പെരേര. बाजार के साथ चलता है ना, मंडी के साथ चलता है. मुझे 3 സോ നമ്മളിപ്പം BHUവിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇവിടെ ഒരു വേറൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൽ വന്നേക്കാണ്. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. വലിയ ടെമ്പിളാണ്. സൈഡിൽ കൂടെ കുറേ സാധനങ്ങൾ
നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. ലൈക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ഐറ്റംസ്, പിന്നെ പൂജയുടെ ഐറ്റംസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. മെയിൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവരെല്ലാം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. എവിടെ അത് അവരവിടെ അവിടെ എന്തോ വരച്ച് വെച്ചേക്കുന്ന പിക്ചർ കാണിക്കാൻ പോ. ഞാനും നോക്കട്ടെ കൂട്ടോ. ഇവിടെ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി വരച്ചുകൊണ്ടിരിക്കണേ ഇവിടെ. वो कितना क्या भाई बेटी है ऐसा वाला 200 ആ കുട്ടിയാണ് വരയ്ക്കണം കേട്ടോ. ഇവിടെ എല്ലാവരും സ്വന്തമായി ചേർന്ന് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കേട്ടോ. കണ്ടോ? ചെരുപ്പ് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്പലത്തിനകത്തേക്ക് കയറി കേട്ടോ. പക്ഷേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെയും കാണൂല. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എൻ്റെ കൂടെ ഉണ്ടാവാറില്ലേ. എല്ലാവരും കിട്ടുന്ന സ്ഥലത്തേക്ക് അവർക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ തെറിച്ച് നോക്കി കണ്ടുകൊണ്ട് നടക്കുക. ഞാനിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അവൻ കുറച്ച് നേരം എൻ്റെ കൂടെ വന്നു. കാരണം ഞാൻ അവൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റും. ഇതുപോലെ ഇവന്മാരിൽ ആരെങ്കിലും ഒരാളെ കാണും. ഏതെങ്കിലും ഭാഗത്ത് കാണുമ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് പിന്നെ അവസാനം പോകാൻ നേരം ആകുമ്പോഴത്തേക്കും കറങ്ങി. നമ്മുടെ കൂടുതൽ ആരുമില്ല. ഞാനും ഇവന് മാത്രമേ ഉള്ളൂ ഇപ്പം. ബാക്കിയുള്ളവർ എവിടേക്കോ പെട്ടുപോയി. കുറച്ച് പേര് അപ്പുറം പുറത്ത് വയ്ക്കുന്നു. അവസാനം ഞങ്ങൾ മാത്രം എത്തി ഇവിടെ. വലിയ അമ്പലമാട്ടോ ഇത്. ഭയങ്കര വലുതാ. ഇതുണ്ടോ? മടുത്തു. ഞങ്ങളിത് അമ്പലത്തിനകത്ത് കയറി. ഇതാണ് അവിടുത്തെ അമ്പലം. നല്ല ഭംഗിയല്ലേ ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും അമ്പലമായിട്ടൊന്നും അല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. എല്ലാവരും വരുന്നു, അതിൽ നടക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അകത്തെങ്ങാണ്ട് ഒരു കൊട്ടാരം പോലെ. ഞാൻ പിന്നെ ഒരു റീൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു കേട്ടോ. ഇതാണ് ആ വീഡിയോ. അത് ജസ്റ്റ് ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്താ. ചുമ്മാ എടുത്തതാ റീൽസ് ഇടാം. ഇവിടെയൊക്കെ കുറേ ടെമ്പിൾ ദൈവങ്ങളുടെ ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇറങ്ങാൻ പോവാണ്. അവിടെ അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. എടാ അവൻ്റെ ഒരുത്തൻ്റെ ചെരുപ്പ് അവിടെ വെച്ച് എൻ്റെ കൂടത്തിലായിരുന്നു. ഞാനത് ചെരുപ്പിൻ്റെ പൈസ ഞാൻ കൊടുക്കാമെന്ന് പറയാനായിരുന്നു. പക്ഷെ അവന്മാർ ഫോട്ടോ എടുക്കണേ എനിക്ക് തിരക്കില്ല. അപ്പോൾ നമ്മളൊരു റിക്ഷയ്ക്കല്ലേ വന്നേ. ആ റിക്ഷക്കാരൻ അവിടുന്ന് ഇത്ര ടൈം പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അയാൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. ഞങ്ങൾ ആദ്യത്തെ റിക്ഷയിൽ വന്ന ആൾക്കാർ വന്ന പിന്നെ ഡ്രൈവർ കൊച്ചു സീനായിരുന്നു കേട്ടോ. കുറേ നേരം കൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി. മറ്റവർ എന്നെ വിളിച്ചു. അപ്പോൾ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം. നമ്മളൊന്നും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അകത്തൊന്നും കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ റൂമിൻ്റെ സൈഡിലൊരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇയാൾ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഓക്കെ എന്ന് ഞങ്ങൾ പറഞ്ഞു. അവസാനം ഇയാൾ കൊണ്ടുപോയത്
എങ്ങോട്ടാണെന്ന് അറിയാവോ, ഈ ബനാറസ് സിൽക്ക് കിട്ടുന്ന, അയാൾക്ക് കമ്മീഷൻ കിട്ടുമല്ലോ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ നല്ല സാരിയും ദുപ്പട്ടയൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ അയാളെ വഴക്കുറു. ഞങ്ങൾക്കൊന്നും വേണ്ട, നിന്നോട് ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ വഴക്കുണ്ടാക്കി. അയാൾക്ക് ആ രീതിയിലും കമ്മീഷൻ കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ്. പിന്നെ അവസാനം അവിടുന്ന് തിരിച്ചു വന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഇനി ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. കുറേ ദിവസത്തിന് ശേഷം ഇച്ചിരി ചോറ് കഴിക്കുക, മീൻ വറുത്തതും ദാൽ കറിയൊക്കെ കൂട്ടും. പക്ഷെ എനിക്ക് ചോറ് പറ്റൂല, എന്നാലും ചോറ് കഴിക്കാതിരുന്നിട്ട് മീൻ വറുത്തത് പറഞ്ഞപ്പോൾ കിട്ടിയ മീൻ വറുത്തത് ഉണ്ട്. ലവ്വാ, എന്ത് മീനാണോ എന്തോ. ചെതുമ്പലൊന്നും കളഞ്ഞിട്ടില്ല തോന്നിട്ടാ, പറ്റില്ല. അച്ചാറ്, പപ്പടം, പപ്പടത്തിന്റെ വലിപ്പം വയ്ക്കും. ഇതാ ഈ ഹോട്ടലിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. ഇതാ അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതാ ഈ റോഡിൽ വരെ തിരക്ക് തുടങ്ങിയിട്ട് ഇവിടുന്നേ തിരക്കാണ്. ഉണ്ടോ? ഈ റോഡൊക്കെ നമ്മൾ വന്ന സമയത്ത് തിരക്കൊന്നും ഇല്ലാതെ നടന്ന റോഡാണ്. പക്ഷെ ഇതും തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ദേവ് ദിവാലി തുടങ്ങാൻ ഇനി വെറും 2-3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ അസിഘട്ടിലും മറ്റേ അവിടെയും ആരതി ഉണ്ടാവും. ആരതി കഴിഞ്ഞതിന് ശേഷം ഫയർ വർക്ക്, വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ. ഇപ്പം ഇവിടെ എല്ലാം റോഡ് ക്ലോസ് ചെയ്തിട്ടോ, കാണിച്ചു തരാം. ക്ലോസ് ചെയ്തു. അതിൽ വണ്ടിയൊന്നും വിടത്തില്ല, റിക്ഷാസ് ഒന്നും വിടത്തില്ല. കണ്ടോ, ഫുള്ള് ബ്ലോക്കാണ്. വണ്ടിയൊന്നും വിടത്തില്ല. അവിടെയൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്തു. ഇതിലായിരുന്നു നമുക്ക് പോകേണ്ടത്, ശിവാലയക്ക് ഇങ്ങോട്ടായിരുന്നു. ഇത് ഇങ്ങോട്ട് അസിഘട്ടിലേക്ക്, അതൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. വണ്ടികൾ, റിക്ഷകളെല്ലാം ഇവിടെ നിരക്കി വെച്ചേക്കുന്നു. ഇവിടെ വരെ ലോക്ക് ആയി വെച്ചിട്ടുണ്ട്. ഹായ്, പ്രാവ് പറക്കുന്നു. എനിക്ക് കോൾഡ് പിടിച്ചു കേട്ടോ. 3-4 ദിവസമായിട്ട് തണുത്ത വെള്ളം, പിന്നെ ഇവിടെ ഭയങ്കര പൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൾഡ് അടിച്ചു. രാത്രി 11:30-ക്കാണ് എൻ്റെ ട്രെയിന്, 11:45. അപ്പം അപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് കാണാൻ വന്ന ദേവ് ദിവാലി കഴിഞ്ഞിട്ട് ബൈ ബൈ പറഞ്ഞു പോകും. ഹായ് പ്രാവ്, അല്ല എന്തോ പക്ഷികൾ പോയാ. ഞാൻ എൻ്റെ ബാഗ് വെച്ചിടത്തേക്ക് പോവാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം 5 മണിയായി. ഇവിടെ ഇപ്പോൾ നേരത്തെ ഇരുട്ടും കേട്ടോ. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇത് ഫയർ വർക്ക് നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോകണം. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഡ്രസ്സൊന്നും മാറിയിട്ട് എൻ്റെ ജീൻസും പിന്നെ ജാക്കറ്റും എടുത്തിട്ട് പോകാമെന്ന് വെച്ചോണ്ട് റൂമിൻ്റെ അടുത്ത് എത്തിയിട്ട് ദേവ് ദിവാലിയുടെ വീഡിയോ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ബൈ.